മലയാളി ദമ്പതികളെയും സുഹൃത്തിനെയും അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലുള്ള ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവിക, ഇവരുടെ ഭർത്താവ് നവീൻ, ദേവികയുടെ സുഹൃത്ത് ആര്യ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്ലാക്ക് മാജിക്കുമായുള്ള ബന്ധമാണോ മരണത്തിന് കാരണമെന്നാണ് സംശയം. വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് തിരിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ, മൂന്നാമൂട് സ്വദേശിനി ദേവിക, ദേവികയുടെ ഭർത്താവും കോട്ടയം മീനടം സ്വദേശിയുമായ നവീൻ എന്നിവരെയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യയെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ മാസം 27-ാം തീയതി പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊൽക്കത്തയിലേക്കുള്ള വിനോദയാത്രയാണെന്നാണ് ദേവികയും നവീനും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ ഇവരുടെ യാത്രയിൽ ആർക്കും അസ്വാഭാവികതയുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഉച്ചയോടെയാണ് അരുണാചൽ പ്രദേശ് പോലീസ് 3 പേരുടെയും മരണവിവരം കുടുംബത്തെ അറിയിക്കുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ഇവരുടെ മരണത്തിൽ ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനമുണ്ടോ എന്നാണ് സംശയം. ദേവികയുടെ ബന്ധു കൂടിയായ സൂര്യ കൃഷ്ണമൂർത്തി ഈ സംശയം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഡാർക്ക് നെറ്റ് എന്നൊക്കെ പറയുന്ന നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ചില ഈ സെർവേഴ്സ് ഉണ്ട് അവർക്ക്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഡബിൾ വർഷിപ്പേഴ്സ് ഉണ്ട്. പലർക്കും അറിയില്ല. അത് നവീനാണ് ആദ്യം ബ്ലാക്ക് മാജിക്കിൽ ആകൃഷ്ടനായതെന്നാണ് പോലീസിന്റെ സംശയം. പിന്നീട് ദേവികയെയും സുഹൃത്തായ ആര്യയെയും നവീൻ ഉൾപ്പെടുത്തുകയായിരുന്നു. ഓൺലൈൻ പണമിടപാട് നടത്താതെയും കുടുംബത്തിനോടോ സുഹൃത്തുക്കളോടോ ബന്ധപ്പെടാതെയുമാണ് മൂവരുടെയും യാത്ര. ഇതും സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിനും നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് തിരിച്ചു. ജനം, തിരുവനന്തപുരം.